Hello my dear students, welcome to Learner's World. In this video, I talk about a short story, The Garden Party, written by Catherine Mansfield, Part 1. The Garden Party is a 1922 short story by Catherine Mansfield. It is about a garden party and protagonist Laura's idealism and sensitive nature. Its luxurious setting is based on Mansfield's childhood home at Tinakuri Road, the second of three houses in Wellington. Okay, let's move on to the introductory part of the author, Catherine Mansfield. Catherine Mansfield. Catherine was born in 1888 and she was brought up in colonial New Zealand. അതായത് ഇംഗ്ലണ്ടിൻ്റെ ഒരു കോളനി ആയിട്ടുള്ള ന്യൂസിലാൻഡിലാണ് അവൾ വളർന്നത് എന്നാണ് പറയുന്നത്. ഷീ കെയിം ടു ഗ്രേറ്റ് ബ്രിട്ടൻ ഇൻ 1898. പിന്നെ 1898 അവൾ ഇംഗ്ലണ്ടിലേക്ക് പോയി. ദെൻ ഷി വാസ് എ പ്രൈം ഇന്നോവേറ്റർ ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ഫോം. അതായത് ഷോർട്ട് സ്റ്റോറിയുടെ ഒരു തുടക്കക്കാരിയായിരുന്നു കാതറിൻ മാൻസ്ഫീൽഡ് എന്നാണ് പറയുന്നത്. ഷീ ഈസ് എ പ്രോമിനൻറ്റ് റൈറ്റർ ഓഫ് ഫിക്ഷൻ. അതുപോലെ അവൾ ഫിക്ഷനിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മളുടെ കാതറിൻ മാൻസ്ഫീൽഡ്. അവളൊരു നോവലിസ്റ്റാണ്. ഹർ സ്റ്റോറീസ് ഓപ്പൺ റാദർ അബ്രപ്റ്റ്ലി. അവളുടെ സ്റ്റോറീസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാത്ത രീതിയിലാണ് അവളുടെ സ്റ്റോറീസൊക്കെ തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഷീ ഡൈഡ് ഇൻ 1923. അവൾ 1923 ഡൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ഗാർഡൻ പാർട്ടി വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1922. 1922 ഗാർഡൻ പാർട്ടി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് സ്റ്റോറീസ് ഓഫ് കാതറിൻ മാൻസ്ഫീൽഡ്. കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറികളിൽ ഒന്നാണ് ദ ഗാർഡൻ പാർട്ടി എന്നുള്ളത്. ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് തീംസ്: ന്യൂസിലാൻഡ്, ചൈൽഡ്ഹുഡ്, അഡൽട്ട്ഹുഡ്, സോഷ്യൽ ക്ലാസ് കോൺഫ്ലിക്റ്റ്, ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള തീംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ന്യൂസിലാൻഡ്, അതുപോലെ ചൈൽഡ്ഹുഡ്, അതുപോലെ കൗമാരം, സോഷ്യൽ ക്ലാസ്, അതുപോലെ ക്ലാസ് കോൺഫ്ലിക്റ്റ്, വർഗസമരം, അതുപോലെ ഇന്നസെൻസ്, എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് തീംസുകളൊക്കെ നമ്മളുടെ കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് സ്റ്റോറി ഓപ്പൺസ് റാദർ അബ്രപ്റ്റ്ലി ആൻഡ് ഈസ് ഓഫൺ ക്രിട്ടിസൈസ്ഡ് ഫോർ ഇറ്റ്സ് അൺസാറ്റിസ്ഫാക്ടറി എൻഡിങ്. ഈ ഒരു സ്റ്റോറി ഓപ്പൺ ചെയ്യുന്നത് പെട്ടെന്നാണെന്നാണ് പറയുന്നത്. അബ്രപ്റ്റ്ലിയാണ്, അതായത് പെട്ടെന്നാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നതും അതുപോലെ ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല എൻഡിങ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു അൺസാറ്റിസ്ഫാക്ടറി എൻഡിങ് ആണ്, ഒരു സംതൃപ്തി കിട്ടാത്ത ഒരു എൻഡിങ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ക്രിറ്റിസിസമൊക്കെ വന്നിട്ടുണ്ട്, ഇതിൻ്റെ എൻഡിങ് അത്ര ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദ ടൈം ഈസ് ഏർലി സമ്മർ ഓഫ് എ ഇയർ ഇൻ ദ ഫസ്റ്റ് ഡെക്കേഡ് ഓഫ് ദ 20th century. അതായത് അതിൻ്റെ സമയം എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലെ ഒരു ഇയറിലെ ഒരു സമ്മറാണെന്നാണ് പറയുന്നത്. ഒരു വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. The story unfolds at the estate of a well-to-do upper-class family on Tinakuri Road in Wellington, New Zealand, and the nearby home of a poor lower-class family and the road between the two dwellings. അതായത് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് അത്യാവശ്യം നല്ല ഒരു അപ്പർ ക്ലാസ് ഫാമിലിയുടെ ഒരു തോട്ടത്തിലാണ്, ഒരു എസ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ടീനക്കൂരി റോഡിലാണ് ഈ ഒരു അപ്പർ ക്ലാസ് ഫാമിലിൻ്റെ വീടും അതുപോലെ അവരുടെ എസ്റ്റേറ്റും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് ഒരു പുവർ ലോവർ ക്ലാസ് ഫാമിലിയുടെ ഒരു വീട് അതിൻ്റെ ഈ ഒരു അപ്പർ ക്ലാസ് ഫാമിലിയുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു അപ്പർ ക്ലാസ് ഫാമിലിയുടെ വീടും അതുപോലെ ആ ഒരു ലോവർ ക്ലാസ് ഫാമിലിയുടെ വീടും വേർതിരിച്ചു കൊണ്ട് അതിലൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്.
This was the real life locale where Catherine lived in 1898. അതായത് 1898 കാതറിൻ ജീവിച്ചിരുന്ന ശരിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് എന്നാണ് പറയുന്നത്. ഇത് റിയൽ പ്ലേസ് ആണെന്നാണ് പറയുന്നത്. സ്ട്രക്ചേർഡ് അറൗണ്ട് ആൻ ഏർലി ആഫ്റ്റർനൂൺ ഗാർഡൻ പാർട്ടി ഇൻ ന്യൂസിലാൻഡ്, ദ സ്റ്റോറി ഹാസ് ക്ലിയർ കണക്ഷൻസ് ഓഫ് മാൻസ്ഫീൽഡ് ഓൺ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ഇൻ ന്യൂസിലാൻഡ്. അതായത് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഗാർഡൻ പാർട്ടി കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സും അതുപോലെ അഡോളസൻസും ഒക്കെ ഈ ഒരു കഥയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ ലൈഫുമായിട്ട് ഈ ഒരു കഥയ്ക്ക്, ഈ ഒരു സ്റ്റോറിക്ക് റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡ്രോസ് ഓൺ ആൻ ഇൻസിഡൻറ്റ് ഫ്രം ഹെർ ലൈഫ്. അതുപോലെ നമ്മളുടെ കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ ജീവിതത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഏടാണ് ദ ഗാർഡൻ പാർട്ടി എന്നാണ് പറയുന്നത്. ഇൻ മാർച്ച് 1907 ഹെർ മദർ ഗാവ് എ ഗാർഡൻ പാർട്ടി ഇൻ ദർ വെല്ലിംഗ്ടൺ ഹൗസ്, ബട്ട് എ സ്ട്രീറ്റ് ആക്സിഡൻറ്റ് ബിഫെൽ എ നെയ്ബർ ലിവിങ് ഇൻ എ പുവർ ക്വാർട്ടർ നിയർ ബൈ. അതായത് മാർച്ച് 1907 നമ്മളുടെ കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ അമ്മ വെല്ലിംഗ്ടണിൽ വെച്ചിട്ട് ഒരു ഗാർഡൻ പാർട്ടി നടത്തുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത് താമസിക്കുന്ന ആ ഒരു പുവർ പീപ്പിൾസ് ഉണ്ടായിരുന്നു, ആ ഒരു ലോവർ ക്ലാസ്സിലുള്ള അവരുടെ വീട്ടിലൊരു ഷോക്കിംഗ് ആക്സിഡൻറ്റ്, അതായത് ഒരു സ്ട്രീറ്റ് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്, ഒരു അപകടമരണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഈസ് ലൗറ. ഇതിലുള്ള പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ലൗറയാണ്. ഷീ ഈസ് ആൻ ഐഡിയലിസ്റ്റിക് യങ് ഗേൾ ഹു വാണ്ട്സ് ടു ക്യാൻസൽ ദ പ്ലാൻ ആഫ്റ്റർനൂൺ പാർട്ടി വെൻ ഷീ ലേൺസ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ലേബറർ. അതായത് ലൗറ എന്ന് പറയുന്നത് അവൾ നല്ലൊരു കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള യങ് ഗേൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ ഈ ഒരു മരണവാർത്ത അറിഞ്ഞപ്പോൾ, അതായത് അവരുടെ നെയ്ബർഹുഡിൽ അങ്ങനെ ആ ലോവർ ക്ലാസ്സിൽ ഹൗസിലുള്ള ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു മരണവാർത്ത അറിഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട് അവരുടെ ഗാർഡൻ പാർട്ടി മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് മരിച്ച ആളൊരു പാവപ്പെട്ട വീട്ടിലെ ആളായതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും അതിന് കൊടുക്കൂല എന്നാണ് പറയുന്നത്. The story concerned Laura's alternative moments of resistance and conformity to her mother's idea of class relations. അതായത് ലൗറയുടെ അമ്മ വർഗവിവേചനമൊക്കെ വെച്ച് പുലർത്തുന്ന ആളായിരുന്നു. അതായത് ക്ലാസ് കോൺഫ്ലിക്റ്റൊക്കെ ഉള്ള ഒരാളായിരുന്നു ലൗറയുടെ അമ്മ. അതുകൊണ്ട് തന്നെ ലൗറയ്ക്ക് അമ്മയുമായി സമ്മതിക്കേണ്ടതായിട്ട് വരും. അതായത് ആ ഒരു ഗാർഡൻ പാർട്ടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞ സമയത്ത് അമ്മ പറയുന്ന ഇതിനോട് യോജിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷേ അവളുടെ മനസ്സിൽ എന്താണ് ആ ഒരു കാര്യത്തോട് താല്പര്യവും ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു ഗാർഡൻ പാർട്ടി, ആ ഒരു മരണ സമയത്ത് ഗാർഡൻ പാർട്ടി നടത്തുന്നതിനോട് അവൾക്ക് താല്പര്യമില്ല. പക്ഷേ അമ്മ ഈ ഒരു വർഗവിവേചനമൊക്കെ വെച്ച് പുലർത്തുന്ന ആളായതുകൊണ്ട് അമ്മ പറയുന്നത് അനുസരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. Laura's self-consciousness regarding her own youth and inexperience is evident whenever she encounters members of the working class. അതായത് ലൗറയ്ക്ക് ഈ അധ്വാനിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ ലൗറയ്ക്ക് അവളുടെ യുവത്വത്തെ പറ്റിയും അതുപോലെ അവളുടെ ആ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ അവൾക്ക് ഓർമ്മ വരും എന്നാണ് പറയുന്നത്. അവളുടെ വർഗത്തെ പറ്റിയിട്ടൊക്കെ അവൾക്ക് ഓർമ്മ വരും. Like Laura, Catherine was the daughter of a well-to-do businessman. ലൗറയെ പോലെ തന്നെയാണ് ക്യാതറിനും ഒരു നല്ലൊരു ബിസിനസ്മാൻ്റെ മകളായിട്ടാണ് ക്യാതറിനും ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഗാർഡൻ പാർട്ടി ലൗറയുടെ ലൈഫിനെ കുറിച്ചിട്ടാണ് ഇതിൽ പോർട്രേ ചെയ്യുന്നത്. അത് നമ്മളുടെ കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ റിയൽ ലൈഫുമായിട്ട് സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. ലൈക്ക് ദ ഷെറിഡാൻസ്, ദ ബിഷപ്പ് who were Catherine's parents lived luxuriously in grand houses and in New Zealand. അതായത് കാതറിൻ്റെ ഫാമിലി ആയിട്ടുള്ള ബ്യൂഷംബ് ഈ ഒരു ഷെറിഡാൻ
ഫാമിലിയെ പോലെ തന്നെ ലക്ഷൂറിയസ് ആയിട്ടാണ് ന്യൂസിലാൻഡിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ലൗറയുടെ ഫാമിലിയെ പോലെ തന്നെ ഷെറിഡാൻസ് ഫാമിലിയെ പോലെ തന്നെ ബ്യൂഷംബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാതറിൻ മാൻസ്ഫീൽഡിൻ്റെ ഫാമിലിയാണ്. അവളുടെ പാരൻസൊക്കെയാണ് ബ്യൂഷംബ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവളുടെ പാരൻസും ലക്ഷൂറിയസ്ലി ആയിട്ട് നല്ല വലിയ വീട്ടിലൊക്കെയാണ് ന്യൂസിലാൻഡിൽ താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, I conclude here. I will discuss the remaining part of the story in our upcoming videos. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.